നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. പ്രശാന്ത സുന്ദരമായ ഈ സന്ധിയിൽ മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കുവാൻ സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥിരമാക്കപ്പെട്ടതും ദൈവാത്മാവിനാൽ വിരചിതമായതുമായ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ശ്രവിക്കുവാനും ഇങ്ങനെ ഒരവസരം സ്വർഗം ദത്തം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെ കീഴ്മേൽ മറിച്ച ദൈവത്തിന്റെ സുവിശേഷം ഇന്നും ഈ നടുക്കരയിൽ ഉയർന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ മാനം മാത്രമേ ഉള്ളൂ, ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. അത് ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇത്രയും ആളുകൾക്ക് സുദീർഘമായ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളെ തിരുവെഴുത്തിലൂടെ ഗാനങ്ങളിലൂടെയൊക്കെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ അവസരം ഏറ്റവും വിലപ്പെട്ടതായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ദൈവം ഇന്ന് രാത്രിയിൽ ശ്രോതാക്കളുടെ ഹൃദയങ്ങൾക്ക് ആവശ്യമായ വചനത്തിന്റെ ആഴങ്ങൾ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദവാഹിനിയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ ഹൃദയാഭിവാദനങ്ങൾ പ്രഥമത അറിയിക്കുകയാണ്. മുഖവുരകൾ അധികം പറഞ്ഞ് വചന കേൾവിക്കുള്ള സമയം അപഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തായ ബൈബിളിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 29, 30, 31 വാക്യങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു താൻ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ തിരുവെഴുത്തിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് രചിതരേഖ പോലെ ആലേഖനം ചെയ്ത ഒരു പ്രയോഗമുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള സാമ്യമല്ല, ദൈവത്തോടുള്ള സമത്വം, അതായത് സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ അവതാരം ചെയ്ത് വഴിയമ്പലത്തിൽ അവർക്ക് കിടക്കുവാൻ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന്റെ മനുഷ്യരുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പാപമൊഴികെ നമുക്ക് സമനായ മനുഷ്യൻ ആയ കർത്താവായ യേശുക്രിസ്തു, സമ്പൂർണ്ണ ദൈവ മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തു താൻ ഐഹിക ജീവിതകാലത്ത് അനുഭവിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം അവന്റെ പേർ വഴി ചാർത്തുവാൻ തീർന്നില്ല. അവനെ ദേവാലയത്തിലെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിന് അവന്റെ മാതാവും പിതാവും
ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വളരെ വയോധികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളവനായിരുന്നു. അങ്ങനെയുള്ള വയോധികനായ ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ശിമ്യോൻ എന്നാണ്. ശിമ്യോൻ. ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ അഥവാ ദൈവത്തിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് മരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഒരു അരുളപ്പാട് ദൈവം നൽകിയിരുന്നു. അങ്ങനെ ഈ യേശുവിനെ കയ്യിലേന്തിക്കൊണ്ട് അമ്മയായ മറിയയും അപ്പനായ യോസേഫും ദേവാലയത്തിലേക്ക് വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ഈ ശിമ്യോൻ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കയില്ലെന്ന് അരുളപ്പാടുള്ള ഈ ശിമ്യോൻ ഈ കർത്താവിനെ കണ്ടപ്പോൾ അവനെ കയ്യിലേന്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ വായിച്ചു കേട്ടത്. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അതായത് ദൈവം മനുഷ്യർക്കൊഴുക്കിയ രക്ഷയെ ഞാൻ കണ്ടു എന്നാണ് ശിമ്യോൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് ഒരു വസ്തുത ഞാൻ വ്യക്തമാക്കട്ടെ. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരിക്കൽ കൂടെ ആ വാചകം ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവം ഒരുക്കിയ നിത്യരക്ഷയുടെ സനാതന രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതൊരു പ്രത്യയ ശാസ്ത്രമല്ല, അതൊരു കണ്ടെത്തലല്ല, എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കിയതല്ല, എവിടെ നിന്നെങ്കിലും കുഴിച്ചെടുത്തതല്ല, ആരുടെയെങ്കിലും മനോമുകുരത്തിൽ തോന്നിയ ഒരു തോന്നലല്ല, മറിച്ച് ഇത് ഒരു വ്യക്തിയാണ്. ഇത് സാക്ഷാൽ ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ പേരാണ്, ആ രക്ഷയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ രക്ഷയെ കയ്യിലേന്തിക്കൊണ്ട്, ഈ യേശു കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് ആ ശിമ്യോൻ പറയുകയാണ്, നീ സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ സകല ജാതികളും എന്ന് പറയുമ്പോൾ ആ പ്രയോഗത്തിൽ തന്നെ നമുക്കറിയാമല്ലോ അത് മനുഷ്യരെ എല്ലാവരെയും കുറിച്ചാണെന്ന്. മനുഷ്യരായി മാനവവർഗത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇതപര്യന്തം ജനിച്ചവരോ ഇനി ജനിക്കാനിരിക്കുന്നവരോ ആയ സകല മനുഷ്യരും അവർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു. യഹൂദന് വേണ്ടി മാത്രം ഒരുക്കിയ, അല്ലെങ്കിൽ യഹൂദന് വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ് യേശു ക്രിസ്തു എന്നുള്ള തോന്നലും അങ്ങനെയുള്ള പറച്ചിലും ഒക്കെ ഉള്ളവരുണ്ട്. ഇനി അങ്ങനെ ഒരു യേശു ജനിച്ചിട്ടില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ അരക്കിട്ടുറപ്പിക്കുന്നു, വിരൽ തുമ്പൂന്നി പ്രതിപാദിക്കുകയാണ്, അവൻ സകല ജാതികൾക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയാണ് എന്നുള്ളത്. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ വീണ്ടും ആ പ്രസംഗത്തിന്റെ ഒടുവിൽ ആളുകൾ ഒരുപാട് രക്ഷിക്കപ്പെടുകയുണ്ടായി. വീണ്ടും അത് പുരോഗമിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ മുടന്തനായ ഒരു മനുഷ്യൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന നേരം ആ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയത് യഹൂദന്മാരായ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഈ മനുഷ്യന് വന്ന സൗഖ്യം കണ്ടിട്ട് അസൂയ പൂണ്ടുകൊണ്ട് പത്രോസിനോട് ഈ മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾ സൗഖ്യമാക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ആ പ്രസംഗം അങ്ങനെ പുരോഗമിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസും ഇതിനോട് സമാനമായ ഒരു വസ്തുത അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സകല ജാതികൾക്കും ഒരുക്കപ്പെട്ട രക്ഷ. എന്താണ് രക്ഷ എന്ന പദത്തിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഈ രക്ഷ എന്നൊക്കെ പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥമുണ്ട്. എന്താണ് രക്ഷ എന്ന പദത്തിന്റെ അർത്ഥം? വളരെ ലളിതമായി പറഞ്ഞാൽ, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ലഭിക്കുന്ന വിടുതലിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ലഭിക്കുന്ന വിടുതലിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. സകല ജാതികൾക്കും രക്ഷ ഒരുക്കി എന്ന് പറയുമ്പോൾ, അഥവാ സകല ജാതികൾക്കും രക്ഷ ആവശ്യമാണെന്ന് വരുമ്പോൾ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. നടുക്കരയിലെ ആളുകൾക്കൊക്കെ അത്യാവശ്യം ചിന്തിക്കാൻ അറിയുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയിലേക്ക്, മനോമുകുരത്തിലേക്ക് ഒരു ചോദ്യശരം എറിയുകയാണ്. സകല ജാതികൾക്കും ദൈവം രക്ഷയൊരുക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന് തെറ്റുപറ്റുകയില്ലല്ലോ. സകല ജാതികൾക്കും രക്ഷയൊരുക്കി എന്ന് പറയുമ്പോൾ സകല ജാതികളും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്നല്ലേ അതിന്റെ അർത്ഥം? സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? നടുക്കരക്കാർ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് മനസ്സിലാക്കുക? സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. ആ ശിക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് പാപമാണ് ആ ശിക്ഷയ്ക്ക് കാരണം. ജനകീയമായ ഭാഷയിൽ, ഏതൊരുവനും മനസ്സിലാകുന്ന ഭാഷയിൽ, വളരെ അയജ്ഞ ലളിതമായി നിങ്ങളോടൊരു വസ്തുത ഞാൻ വ്യക്തമാക്കട്ടെ. സകല മനുഷ്യരും പാപികളായതുകൊണ്ട് പാപത്തിന്റെ കഠോരമായ ശിക്ഷയ്ക്ക് സകല മനുഷ്യരും വിധിക്കപ്പെട്ടവരാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്നാണ് പൗലോസ് ശ്ലീഹ വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്തിരിക്കയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത്. ദൈവം സകല മനുഷ്യർക്കും രക്ഷയൊരുക്കി എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് വന്നില്ലേ? യുക്തിയുള്ള, തലയിൽ ആൾതാമസമുള്ള, ബോധവും വെളിവുമുള്ള ആളുകൾക്ക് ഇത് പിടികിട്ടി. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി. മനുഷ്യൻ പാപിയായതുകൊണ്ട് ശിക്ഷയ്ക്ക് അവൻ യോഗ്യനാണ്. നമ്മുടെ നാട്ടും പുറത്ത് ഒരു ചൊല്ലുണ്ടല്ലോ. എന്താണ് ആ ചൊല്ല്? മനുഷ്യൻ പാപിയാണെങ്കിൽ പാപി ചെല്ലുന്നിടം പാതാളം. ആരാണ്ടൊക്കെ അവിടെ ഇരുന്ന് പാതാളം എന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് കേട്ടു. പാപി ചെല്ലുന്നിടം പാതാളം. അതെ, പാപിക്കൊരു ശിക്ഷ വിധിച്ചു, നിത്യമായ നരകം. പാപം ചെയ്ത ദേഹി മരിക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യൻ പാപിയ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും, ഞാനൊരു എറുമ്പിനെ പോലും നോവിക്കാത്തയാളാണല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നെ പാപി എന്ന് വിളിക്കാൻ സാധിക്കുക? അതൊരു ന്യായമായ ചോദ്യമാണ്. ഒരു എറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് പാപി എന്ന് വിളിക്കുക? പാപി എന്ന് വിളിക്കുക ന്യായമായ ഒരു ചോദ്യമാണ്. എന്നാൽ ഞാൻ പറയാം, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് എറുമ്പിനെ നോവിച്ചത് കൊണ്ടുള്ള പാപത്തിന്റെ കാര്യമല്ല. എറുമ്പിനെ നോവിച്ചത് കൊണ്ടുള്ള പാപത്തിന്റെ കാര്യമല്ല. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ മനുഷ്യനായി ഇവിടെ പിറന്നിട്ട് ഒരു പാപം ചെയ്തില്ലെങ്കിലും അവൻ പാപിയാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, ഒരു രാജാവാണ് പറഞ്ഞത്. ആ രാജാവിന്റെ പേരെന്താണെന്നറിയാമോ? അവന്റെ പേര് ദ കിങ് ഡേവിഡ്. ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ രചതരേഖ പോലെ ആലേഖനം ചെയ്തു വെച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതെ, ഇവിടെ പിറന്നു വീഴുന്ന സകല മനുഷ്യരും പാപം ചെയ്ത് പാപിയായവരല്ല, മറിച്ച് ജന്മനാ പാപികളാണ്.
പാപം ചെയ്തതിന്റെ കണക്കൊന്നും ആരും ദൈവസന്നിധിയിൽ ചൂണ്ടിക്കാണിക്കണ്ട. ഒരു പാപം ചെയ്തില്ലെങ്കിലും പാപിയായിട്ടാണ് ഇവിടെ പിറന്നു വീഴുന്നത്. ഏക മനുഷ്യനാൽ അഥവാ ആദിമ പിതാവായ ആദമിൽ നിന്ന് ജനിച്ചവർ ആയതുകൊണ്ട് സകല മനുഷ്യരും പാപത്തിൻ കീഴായി ജനിച്ചു, സകലരും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്നു. ഇത് ബൈബിൾ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. പാപോഹം പാപകർമ്മോഹം പാപാത്മ പാപസംഭവ എന്ന് തുടങ്ങുന്ന ആ ഉപനിഷത്തിലെ മന്ത്രമുണ്ടല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? പാപോഹം, അഹം, എന്നിൽ പാപമുണ്ട്. പാപകർമ്മോഹം, എന്റെ കർമ്മങ്ങളിൽ പാപമുണ്ട്. പാപാത്മ, എന്റെ ആത്മാവിൽ പാപമുണ്ട്. പാപസംഭവ, ഞാൻ സംഭവിച്ചത് അഥവാ ഞാൻ ഉണ്ടായത്, ജനിച്ചത് പാപിയായിട്ടാണ്. ഇനി ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളോടൊന്ന് ചോദിച്ചു നോക്ക്, അവരുടെ ഗ്രന്ഥമായ ഖുറാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇബ്ലീസിന്റെ കുത്തേൽക്കാത്ത ഒരുത്തനും മനുഷ്യകുലത്തിൽ ഇല്ല എന്നാണ് അവരും പറയുന്നത്. ഇവിടുത്തെ പള്ളിയിലച്ചനോടും പാതിരിയോടും ഒന്ന് ചോദിച്ചു നോക്ക്, അവരും പറയും പാപിയായ എനിക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ജാതി മത വ്യത്യാസമന്യേ ഏവരും ഒരുപോലെ സമ്മതിക്കുകയാണ് ഞാൻ പാപിയാണ് എന്നുള്ളത്. മനുഷ്യൻ പാപിയാണെങ്കിൽ അവന്റെ ജീവിതാവസാനം നാടൻ ചൊല്ലുപോലെ അവൻ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണം അഥവാ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ഇങ്ങനെ കേൾക്കുമ്പോ അയ്യോ ഞാൻ പാപിയാണല്ലോ എന്നൊരു ബോധം ചിലരുടെയെങ്കിലും ഹൃദയത്തെ മതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു പാപിയാണല്ലോ. പാപിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? നിത്യമായ മരണം അഥവാ നിത്യ നരകമാണ്. വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ അത് ഉറക്കെ വിളിച്ചു പറയുകയാണ്. തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക, അത് രണ്ടാമത്തെ മരണം. നിത്യമായ തീപ്പൊയ്കയിലേക്ക് പാപിയായ മനുഷ്യനെ തള്ളിക്കളയുന്ന ഒരു ദിവസമുണ്ട്, ഒരു ന്യായവിധി ദിവസമുണ്ട്, ഒരു ശിക്ഷയുടെ ദിവസമുണ്ട്. സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഞാൻ ഇവിടെ വിവരിച്ചു പറഞ്ഞത്. സകല മനുഷ്യരും പാപത്തിന്റെ കഠോരമായ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. എന്നാൽ പാപിയായ മനുഷ്യന് ഒരു സുവാർത്തയുണ്ടായി, ഒരു മംഗളവാർത്തയുണ്ടായി. പാപം പേറിക്കൊണ്ട് ജനിച്ച സകല മനുഷ്യരും നിത്യ നരകത്തിലേക്ക് ഇനി പോകേണ്ട. ഉറക്കെ വിളംബരം ചെയ്യട്ടെ, പാപിയായി ജനിച്ച ഒരൊറ്റ മനുഷ്യനും ഇനി നരകത്തിലേക്ക് പോകേണ്ട. ദൈവം സകല മനുഷ്യർക്കും വേണ്ടി ഒരു രക്ഷാമാർഗം ഒരുക്കി. സകല ജാതികൾക്കും ഒരുക്കിയ ഒരു രക്ഷാമാർഗം. എന്താണ് ആ രക്ഷാമാർഗം? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകമാർഗം. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷാമാർഗം. ഇവനല്ലാതെ വേറൊരു മാർഗമില്ല. വേറൊരു മാർഗമുണ്ടെങ്കിൽ ഞങ്ങൾ അത് പ്രസംഗിച്ചേനെ. വേറൊരു കർമ്മമാർഗമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ. പക്ഷെ എന്ത് ചെയ്യാം? പാപിക്ക് പാപമോചനത്തിനായി വേറൊരു മാർഗമില്ല. ഒരൊറ്റ മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷാമാർഗം. നടുക്കരയിലെ എന്റെ ശ്രോതാക്കളെ ദൈവാത്മ പ്രേരിതനായി ഞാൻ വെല്ലുവിളി ഉയർത്തി ചോദിക്കുകയാണ്, ഇതുപോലൊരു രക്ഷകനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ?
പാപത്തിന് വിമോചനം തരാൻ, ഇതുപോലൊരുവനെ ചൂണ്ടിക്കാണിക്കാൻ തണ്ടല്ലിന് ബലമുള്ള ഒരൊറ്റയൊരുത്തനും മാനവകുലത്തിൽ പിറന്നിട്ടില്ല. കാരണം ഇവൻ ഏകനാണ്, ഇവൻ അദ്വിതീയനാണ്, ഇവൻ ഏകരക്ഷകനാണ്. ഇവനല്ലാതെ വേറൊരു രക്ഷകൻ മനുഷ്യന് ഇല്ല. അതുകൊണ്ടല്ലേ മുക്കുവനായ പത്രോസ് പ്രൗഢഗംഭീരമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒന്നും ഒരു ഭയലവലേശമില്ലാതെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നസ്രായനായ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. നടുക്കര നിവാസികളെ, പാപമോചനത്തിനായി യേശു ക്രിസ്തു എന്ന ഏക മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. വേറൊരു മാർഗമില്ല. സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. രക്ഷാമാർഗം ദൈവം ഒരുക്കി എന്നൊക്കെ ഞാനിവിടെ പ്രസംഗിക്കുകയുണ്ടായി. ബേത്ലഹേമിൽ യേശു ജനിച്ചു. പലസ്തീന്റെ വിരിമാറിലൂടെ ഐഹിക ജീവിതം കഴിച്ചു. എന്നിട്ട് എങ്ങനെയാണ് യേശു പാപമോചനം വരുത്തിയതെന്നറിയാമോ? മാനവകുലത്തിന്റെ പാപത്തിന് മോചനം യേശു ഒരുക്കിയത് എങ്ങനെയാണെന്നറിയാമോ? പാപിയായ ദേഹി, പാപം ചെയ്ത ദേഹി മരിക്കണമെന്നാണ് ദൈവത്തിന്റെ നീതി പറഞ്ഞത്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറി എന്ന, ഗോൽഗോഥ എന്ന ചെറിയ ഒരു കുന്ന്, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ഗോൽഗോഥ എന്ന ആ ചെറിയ മൊട്ടക്കുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ഉയർത്തപ്പെട്ട ആ കുരിശിനെ ഞാനൊരു കോടതി മുറിയോട് തുലനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ നീതി പാപം ചെയ്ത മനുഷ്യരോട് പറഞ്ഞു. നിയമഗ്രന്ഥം എടുത്തു വായിച്ചു. പാപം ചെയ്ത ദേഹി മരിക്കണം. ന്യായാധിപനായ ദൈവം പറഞ്ഞു, ശരിയാണ്, ദൈവനീതി പറഞ്ഞതനുസരിച്ച് പാപം ചെയ്ത ദേഹി മരിക്കണം, സകല മനുഷ്യരും മരിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞത്, അല്ലയോ ന്യായാധിപ, പാപം ചെയ്ത ദേഹി മരിക്കണമെന്നാണല്ലോ ദൈവനീതി വാദിച്ചത്. ദൈവനീതിക്ക് മരണമാണ് ആവശ്യമെങ്കിൽ പാപിക്ക് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം ഒരു മൊഴി അവിടെ നൽകി. പാപിക്ക് വേണ്ടി വാദിച്ച സ്നേഹത്തിന്റെ ഒരു സംവാദം കാൽവറിയിലെ കുരിശിൽ നടന്നു. പാപി മരിക്കണമെന്ന് പറഞ്ഞ ദൈവനീതിയെ തൃപ്തിപ്പെടുത്തിയിട്ട് മരണം കാത്തുകിടന്ന പാപികളായ മനുഷ്യർക്കു വേണ്ടി പാപം ലവലേശമില്ലാത്ത പരിശുദ്ധൻ, എന്റെ സഹോദര നിനക്കു വേണ്ടി, എന്റെ സഹോദരി നിനക്കു വേണ്ടി, അവൻ നിന്റെ പാപത്തിനു വേണ്ടി കാൽവറിയിലെ കൊലക്കളത്തിൽ നിനക്ക് പകരമായി മരിച്ചു. ഇങ്ങനെയാണ് ദൈവം സകല മനുഷ്യർക്കും രക്ഷയൊരുക്കിയത്. കേവലം വാക്കുകൊണ്ട് പറയുകയായിരുന്നില്ല. ദൈവനീതി എന്താണോ പാപമോചനത്തിന് ആവശ്യപ്പെട്ടത് അത് അണുവിട തെറ്റാതെ കൊടുത്തു തീർത്ത ഒരേ ഒരു വിമോചകൻ അവൻ മാത്രമാണ്. ദൈവനീതി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. രക്തം ചൊരിയണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവസ്നേഹം പറഞ്ഞു, രക്തം ചൊരിയാം. സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ചത് എന്താണെന്നറിയാമോ?
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപിയായ മനുഷ്യനെ പാപം കഴുകിക്കളയുവാൻ ഇവിടത്തെ ഏത് നദികൾക്ക് സാധിക്കും? ഞാൻ പറയട്ടെ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ നദി പൊട്ടിയൊഴുകി. അവന്റെ രക്തമെന്ന ആ നദി ഒഴുകി. ഞാൻ പറയട്ടെ, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ആ സ്നേഹത്തിന്റെ ധാര കാൽവറിയിലെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് 2023 ഏപ്രിൽ മാസം 3-ാം തീയതി തിങ്കളാഴ്ച ഈ നടുക്കരയുടെ മണ്ണിലേക്കും ആ സ്നേഹത്തിന്റെ നദി ഒഴുകി നിന്റെ അരികിൽ വന്നിട്ടുണ്ട് സഹോദര. താങ്കളുടെ അരികിൽ ആ സ്നേഹനദി വന്നു നിൽക്കുന്നുണ്ട്. സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവം രക്ഷയൊരുക്കി. ആ രക്ഷയൊരുക്കിയത് എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമ്യോൻ എന്ന വയോധികൻ പറഞ്ഞു. ഒരു ചോദ്യം എൻ്റെ മാന്യ ശ്രോതാക്കളോട് ചോദിക്കട്ടെ, ദൈവം ഒരുക്കിയ ആ രക്ഷയെ താങ്കളുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ശിമ്യോൻ ആ രക്ഷ കണ്ടതുകൊണ്ട് പ്രയോജനം ശിമ്യോന് മാത്രമാണ്. ദൈവം ഒരുക്കിയ സകല ജാതികൾക്കും ഒരുക്കിയ ആ രക്ഷയുടെ പ്രയോജനം അങ്ങേക്ക് ലഭിക്കണമെങ്കിൽ, എന്റെ മാന്യ സ്നേഹിത താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ, ആ രക്ഷ താങ്കളുടെ ഹൃദയക്കണ്ണുകൾ കൊണ്ട് ഈ രക്ഷയെ കാണണം. അത് കണ്ടിട്ടുണ്ടോ? യേശുവിന്റെ പടം ഏതെങ്കിലും ഭിത്തിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നല്ല എന്റെ ചോദ്യം. യേശു ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന സ്റ്റാച്യു എവിടെയെങ്കിലും പ്രതിമ കണ്ടിട്ടുണ്ടോ എന്നല്ല എന്റെ ചോദ്യം. യേശു ക്രിസ്തു താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അവനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ ഉള്ള ഒരു ദോഷം കൂടെ ഞാൻ പറയാം, എന്നിട്ട് എൻ്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുക. താങ്കൾ ഈ യേശുവിനെ ഹൃദയക്കണ്ണുകൊണ്ട് കണ്ട് സ്വന്തം ഹൃദയത്തിൽ നാഥനും കർത്താവുമായി അവനെ സ്വീകരിച്ച് ദൈവം സകല ജാതികൾക്കും ഒരുക്കിയ ഈ രക്ഷ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ വന്നു ഭവിക്കാൻ പോകുന്ന ഒരു ദോഷം, ഇതിലും വലിയൊരു ദോഷമില്ല. എന്താണെന്നറിയാമോ? ശിമ്യോൻ ഒരു അരുളപ്പാട് ലഭിച്ചത് ഈ സന്ദേശത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ പറഞ്ഞു. എന്താണ്? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ശിമ്യോൻ മരിക്കുകയില്ല. ശിമ്യോൻ കണ്ട അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഇന്ന് നടുക്കരയുടെ മണ്ണിൽ ഉയർത്തി കാണിച്ചിരിക്കുക. ഇവനെ ഹൃദയത്തിൽ നാഥനും കർത്താവുമായിട്ട് അംഗീകരിച്ച് പാപമോചനം നേടാതെയാണ് താങ്കൾ മരിക്കുന്നതെങ്കിൽ ആ മരണം ആത്മഹത്യാപരമാണ്. ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന ഈ ക്രിസ്തുവിനെ വിശ്വസിച്ച് നാഥനും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കാതെയാണ് താങ്കൾ മരിക്കുന്നതെങ്കിൽ താങ്കളുടെ മരണാനന്തര ജീവിതം നിത്യ നരകത്തിലായിരിക്കും. അതറിഞ്ഞു വെച്ചുകൊണ്ട്, അതറിഞ്ഞിരിക്കെ
ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെയാണ് താങ്കൾ ഇന്ന് ഈ സ്ഥലം വിട്ടു പോകുന്നതെങ്കിൽ താങ്കളുടെ മരണം ആത്മഹത്യാപരമാണ്. അറിഞ്ഞുകൊണ്ട് നിത്യനരകമെന്ന നരകത്തെ, നിത്യമരണമെന്ന നരകത്തെ പുൽകാനാണ് താങ്കൾ പോകുന്നത്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം, ക്രിസ്തുവിനെ കൂടാതെയുള്ള മരണം അത് ആത്മഹത്യാപരമാണ്. സുഹൃത്തെ, ജീവിതത്തെ തച്ചുടച്ച് കളയരുത്. ജീവിതത്തെ സാർത്ഥകമാക്കാനുള്ള ഒരേ ഒരു വഴി, ഒരൊറ്റ വഴി ഇന്നിവിടെ പറഞ്ഞിരിക്കുക. സകല ജാതികൾക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയായ ക്രിസ്തുവാണ് ആ ഏകമാർഗം. ആ ഏകമാർഗം താങ്കൾ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ടോ? മരണം ഇന്നല്ലെങ്കിൽ നാളെ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റം ഒന്നുമില്ലതിൽ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. അതേ സുഹൃത്തെ, മരണമെന്ന മൂന്നക്ഷരത്തിന്റെ മുമ്പിൽ എത്ര വലിയവനായാലും ജപ്പാന്റെ ഷോട്ടേക്കാനും ചൈനയുടെ കുംഫുവൊക്കെ പഠിച്ച് മസിലൊക്കെ പെരുപ്പിച്ച് എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് കാണുന്ന മദ്യശാലയിൽ പോയി ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ജീവിതം അടിപൊളിയാക്കാൻ, ആ പദം തന്നെ ഉപയോഗിക്കട്ടെ, ജീവിതം അടിപൊളിയാക്കാൻ ശ്രമിക്കുന്ന യുവാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോ, ഇതൊന്നു കേട്ടോ. മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ യുവത്വങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നു കേൾക്ക്. ഈ ABC എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ പാട്ടും പാടി മാത്രം നടക്കുന്ന ആളുകളല്ല. ഞാൻ പറയട്ടെ, കീഴിലത്ത് അതുപോലെ വയനാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കും അടിമപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ ഈ സുവിശേഷം കൊണ്ട് അഭിമുഖീകരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള ആളുകളുടെ കീറിപ്പറിഞ്ഞു പോയ ജീവിതങ്ങൾ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴെങ്ങും മരിക്കയില്ലെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ നനച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉയർന്നു പൊങ്ങുന്ന തൂമ്പ ഒരുപക്ഷെ ആരുടെയെങ്കിലും കുഴി തോണ്ടാനായിരിക്കും. ഇവിടുത്തെ ദേവാലയത്തിലെ മണി മുഴങ്ങുന്നത് നമ്മുടെ ആരുടെയെങ്കിലും മരണത്തെ വിളിച്ചറിയിക്കാനായിരിക്കും. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, മരണം സുനിശ്ചിതമാണ്, സമയം സുനിശ്ചിതമല്ല. അതുകൊണ്ടൊരു കാര്യം ഓർക്ക്, ദൈവം സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയ ഈ രക്ഷയെ ഇന്ന് സ്വീകരിക്കണം. നാളെ നമുക്കുള്ളതല്ല. മരണം സുനിശ്ചിതമാണ്, സമയം സുനിശ്ചിതമല്ല. വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു ചെല്ലും, 10,000 നില പൊക്കിപ്പണിതാലും അവിടെയും മൃത്യു കടന്നു ചെല്ലുമെന്ന് ഭക്തകവിയായ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതി വെച്ചു. ശരിയല്ലേ? യേശുവിനെ സ്വീകരിക്കുവാൻ, ഹൃദയ കണ്ണുകൊണ്ട് കാണുവാൻ, അവനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ദൈവം സകല ജാതികൾക്കും ഒരുക്കിയ രക്ഷ കരസ്ഥമാക്കുവാൻ സമയം ഏതെന്ന് ചോദിച്ചാൽ തിരുവെഴുത്തിന്റെ ആധികാരികതയിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇന്ന്
വേറൊരു ദിവസമില്ല. ഇപ്പോഴാണ് അതിനുള്ള സുവർണാവസരം. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ശാന്തമായി ശാന്തമായി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ. സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയ രക്ഷ, സകല മനുഷ്യരും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് തിരുവെഴുത്തിന്റെ ആധികാരികതയിൽ തെളിയിക്കുകയുണ്ടായി. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സകല മനുഷ്യർക്കും ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് അവൻ നിത്യരക്ഷ ഒരുക്കി. ഈ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ ഒരു മാർഗമുണ്ട്. അവനെ നാഥനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആ കുരിശിന്റെ ചുവട്ടിൽ വന്നിട്ട് അവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന്റെ അന്ത്യം എന്നെ നിത്യ ശിക്ഷാവിധിയായ നരകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നെനിക്ക് ബോധ്യമായി. എന്നാൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയ നിത്യരക്ഷയ്ക്കായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ ഞാൻ എന്റെ നാഥനും കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ പാപങ്ങളെ മോചിച്ച് അങ്ങ് എന്നെ ഒരു ദൈവ പൈതലാക്കി തീർക്കണമേ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിച്ച് ഈ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ താങ്കൾക്കും ഇന്ന് ഇവിടെ വെച്ച് ഒരു ദൈവ പൈതലായി തീരാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട് എന്ന് വരികിൽ ഒരാഹ്വാനം നിങ്ങൾക്ക് ഞാൻ തരികയാ. എന്റെ മാന്യ ശ്രോതാക്കൾക്ക് ദൈവം ഒരുക്കിയ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഒരവസരം നൽകുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ദൈവം ഒരുക്കിയ ഈ രക്ഷ കരസ്ഥമാക്കാതെയുള്ള നമ്മുടെ മരണം അത് ആത്മഹത്യാപരമാണ്, നിത്യനാശമെന്ന ശിക്ഷാവിധിയിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് ദൈവത്തിന്റെ രക്ഷയായ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. വിശ്വാസത്താൽ ഈ കർത്താവിനെ ഇവിടെ വെച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിന് സുഗമമായ ആ പ്രാർത്ഥനയുടെ നടത്തിപ്പിന് വേണ്ടി ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ. ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്താമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആരെങ്കിലും ഞങ്ങളുടെ ശ്രോതാക്കളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തി കാണിക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി, കുഞ്ഞെ, മാതാവേ, പിതാവേ, സഹോദര, നിങ്ങൾക്കുള്ള അവസരമാണിത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് വരികിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ ആവോളം ഉയർത്തുവാൻ അവിടുത്തെ അടിയാന് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സകല ജാതികൾക്ക് മുമ്പാകെ ഒരുക്കിയ അവിടുത്തെ രക്ഷയെ ഇന്ന് ഈ നടുക്കരയുടെ മണ്ണിലും ഉയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശ്രോതാക്കളിൽ അവിടുത്തെ വചനം കടന്നു ചെന്ന് പാപമോചനം നേടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ലാതെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ട് എന്ന് വരികിൽ അവരുടെ ഹൃദയങ്ങളോട് കേൾപ്പിക്കപ്പെട്ട വചനത്തിലൂടെ അങ്ങ് ഹൃദ്യമായും ശക്തമായും അവരോട് സംവദിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം.
സകലമാനവും മഹത്വവും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എല്ലാം അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഈ ഉള്ളവന് നൽകിയ ഇവിടുത്തെ സ്ഥലം സഭയോടും ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.